ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനിവിടെ നോക്കാൻ പോകുന്നത് Amazfit GTS 2E എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചാണ്. ഓക്കെ, നമുക്ക് ആദ്യം ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാനത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇത് 7499 രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത്. ഇതിൻ്റെ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് 7999 ഒരു ഓഫർ പ്രൈസിൽ മേടിച്ചതാണ്. ഇതാണ് നമ്മുടെ Amazfit GTS 2E എന്ന് പറയുന്ന വാച്ചിൻ്റെ മോഡൽ വരുന്നത്. ഓക്കെ, നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. യെസ്, ഇതാണ് നമ്മുടെ വാച്ച്. കാണാൻ നല്ല സ്റ്റൈലിഷ് ആയിട്ടുണ്ട്. ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, സൈഡിലായിട്ടാണ് വരുന്നത്. സൈഡിൽ കുറച്ച് പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ ചാർജിങ് കേബിൾ വരുന്നത്. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ചാർജർ വരുന്നത്. നമ്മുടെ ചാർജറിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വാച്ച് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വാച്ചൊന്ന് പുറത്തെടുത്ത് നോക്കാം. ഇതാണ് നമ്മുടെ വാച്ച്. ആദ്യം നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്തു. നമുക്കിതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. സീപ്പ് ആപ്പാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ആദ്യം ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മുടെ വാച്ച് ഫോണുമായിട്ട് പെയർ ചെയ്തിട്ടുണ്ട്. സീപ്പ് ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്കത് പെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഡിസൈൻ നോക്കാം. ഒരു ക്യൂട്ട് വാച്ചാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു ക്യൂട്ട് വാച്ചാണ്. നല്ലൊരു സ്റ്റൈലിഷ് ഡിസൈൻ തന്നെയാണ് ഇതിന് നൽകിയിരിക്കുന്നത് Amazfit. അതുപോലെ തന്നെ സ്ട്രാപ്പ് നോക്കിക്കഴിഞ്ഞാൽ സിലിക്കോണിൻ്റെ നല്ല സൂപ്പർ ക്വാളിറ്റി സ്ട്രാപ്പാണ് വരുന്നത്. അതിന് ഒന്നും തന്നെ പറയാനില്ല. നല്ലൊരു സൂപ്പർ ക്വാളിറ്റി വാച്ചാണ്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 2.5D കർവ്ഡ് സർഫസ് ബോർഡർലെസ് ഡിസൈനാണ് വരുന്നത്. അതുപോലെ തന്നെ സൈസ് വന്നിട്ട് 42.8 mm ലെങ്ത്, അതുപോലെ വിഡ്ത്ത് വന്നിട്ട് 35.6 mm, തിക്നെസ് വന്നിട്ട് 9.8 mm ആണ് വരുന്നത്. വെറും 25 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അലുമിനിയം അലോയ് ബോഡിയാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അലുമിനിയം അലോയ് ബോഡിയാണ്. ഇതിൻ്റെ ബോട്ടം നോക്കിക്കഴിഞ്ഞാൽ ബോട്ടം പ്ലാസ്റ്റിക് ബോഡിയാണ് വരുന്നത്. പ്ലാസ്റ്റിക്കാണ് ബോട്ടം വരുന്നത്. അതുപോലെ 5 ATM വാട്ടർ റെസിസ്റ്റൻ്റ് കമ്പനി നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1.65 ഇഞ്ചിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയുടെ സേഫ്റ്റിക്കായിട്ട് ടെമ്പേർഡ് ഗ്ലാസ് പ്ലസ് ആൻറ്റി ഫിംഗർ പ്രിൻറ്റ് കോട്ടിങ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും ഇതിനകത്ത് വീഴുന്നില്ല. കാണാമെന്ന് തോന്നുന്നു. നമ്മുടെ ഫിംഗർ പ്രിൻറ്റ്സ് ഒന്നും ഇതിനകത്ത് വീഴുന്നില്ല. അതുപോലെ ഇതിൻ്റെ റെസൊല്യൂഷൻ വന്നിട്ട് 348x442 ആണ് റെസൊല്യൂഷൻ വരുന്നത്. ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 246 mAh ബാറ്ററിയാണ് കമ്പനി നൽകിയിരിക്കുന്നത്. അതുപോലെ ബാറ്ററി 14 ദിവസം വരെ നമുക്ക് നോർമൽ യൂസിൽ ചാർജ് നിൽക്കുന്നതാണ്. ഹെവി യൂസ് ആണെങ്കിൽ ഒരു 7 days വരെ കമ്പനി പറയുന്നുണ്ട്. ഏതായാലും നമുക്കൊരു 5 days വരെ പ്രതീക്ഷിക്കാം. ഇതിൻ്റെ സെൻസർ സൈഡ് നോക്കുകയാണെങ്കിൽ ഹുവാമി Amazfitൻ്റെ തന്നെ അവർ തന്നെ ഡെവലപ്പ് ചെയ്ത ബയോളജിക്കൽ ഡേറ്റ സെൻസർ എന്ന് പറയുന്നൊരു സെൻസറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഓക്സിമീറ്റർ, ഹാർട്ട് ബീറ്റ് സെൻസർ എല്ലാം തന്നെ നൽകിയിട്ടുണ്ട്. അതുപോലെ മറ്റ് സെൻസറുകൾ നോക്കിക്കഴിഞ്ഞാൽ ആക്സിലറേഷൻ സെൻസർ, അതുപോലെ തന്നെ എയറോസ്കോപ്പിക് സെൻസർ, ജിയോമെട്രിക് സെൻസർ, ആംബിയൻറ്റ് ലൈറ്റ് സെൻസർ, എയർ പ്രഷർ സെൻസർ, അതുപോലെ ടെമ്പറേച്ചർ സെൻസർ നൽകിയിട്ടുണ്ട്. ടെമ്പറേച്ചർ സെൻസർ കൊണ്ട് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമുക്ക് മെഷർ ചെയ്യാവുന്നതാണ്. അതുപോലെ ബ്ലൂടൂത്ത് 5.0 ആണ് ഇത് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ സൈസ് വന്നിട്ട് 20 mm ആണ് സൈസ് നൽകിയിരിക്കുന്നത്. ഇത് ക്ലാസിക് പിൻ ബക്കിൾ, ആ ഒരു ടൈപ്പ് ബക്കിളാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ആൻഡ്രോയിഡ് 5.0യ്ക്കും iOS ആണെങ്കിൽ 10.0യ്ക്കും മേളിൽ മാത്രമേ ഇത് സപ്പോർട്ട് ചെയ്യുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു വാച്ച് തന്നെയാണ്. സാംസങ് കുറച്ച് കോസ്റ്റ്ലിയാണ്. സാംസങ് നോക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ Amazfit എന്തായാലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു വാച്ച് തന്നെയാണ് ഇത് വരുന്നത്. ഇതിൽ മൈക്ക് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇതിൽ വോയിസ് അസിസ്റ്റൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം മൈക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റ് ഇതിൽ യൂസ് ചെയ്യാം. സ്പീക്കർ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്ത് കോൾ അറ്റൻഡ് ചെയ്യാനോ കോൾ ചെയ്യാനോ സാധിക്കില്ല. കോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കോൾ നമുക്ക് റിജക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സ്മാർട്ട് നോട്ടിഫിക്കേഷൻ, വാട്സാപ്പ് മെസ്സേജ്, അതുപോലുള്ള സോഷ്യൽ മീഡിയ നോട്ടിഫിക്കേഷൻസ് എല്ലാം നമുക്ക് ഇതിനകത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ള വാച്ച് ഫേസ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഈസിയാണ്. നല്ലൊരു വാച്ചാണ്.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.